ആര് ഇത് അദ്ദേഹം കൊടുക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും കൊടുക്കുമോ? കോൺഗ്രസ്സുകാരെങ്കിലും പാസ് മാർക്ക് കൊടുക്കുമോ? പാസ് മാർക്ക് കൊടുത്താൽ പിന്നെ കോൺഗ്രസ് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ 90 മാർക്ക് കൊടുക്കും. 90 പോരെ? അധികം വേണമെങ്കിൽ തരാം. നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? ഇവിടെ മലയാള മനോരമ 55 കൊടുത്തില്ലേ? നിങ്ങൾ വേറെ ആരെങ്കിലും പറ്റി പറയണോ? മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഈ ഗവൺമെൻറ് എല്ലാം കൂടി ചേർന്ന്, ഞാൻ ആ കണക്ക് മുഴുവൻ പരിശോധിച്ച് നോക്കിയാണ്, എല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ 55% ഉണ്ട്. മനോരമ 55% മാർക്ക് കൊടുത്തൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഈ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് 90% കണക്കാണ്. ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ 90 പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കൊല്ലം ഉണ്ടല്ലോ, ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നോക്കാം. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഇല്ലല്ലോ. എന്ത് പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടായേ? എന്തെങ്കിലും ഒരു സമരം പ്രതിപക്ഷം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെതിരെ നടത്തിയോ? വികസനം തടയുക മാത്രമേ ചെയ്ത്. രണ്ടും രണ്ടാണ്. നിങ്ങൾ എഴുതിക്കോ, ധൈര്യം ഉണ്ടെങ്കിൽ എഴുതിക്കോ. ഇവിടെ പ്രതിപക്ഷം ചെയ്തത് വികസന പ്രവർത്തനത്തെ തടയുക എന്ന പണി മാത്രമാണ്. അല്ലാണ്ട് ഒരു സമരവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട് നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടില്ല. വികസന പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ട് സിൽവർ ലൈൻ മുതൽ ഇങ്ങോട്ട് കല്ല് പൊരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് പരിപാടി നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം വികസന പ്രവർത്തനം. കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ്. നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. ഗയൽ പദ്ധതിക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി ലൈൻ, കൂടംകുളത്ത് നിന്ന് കിട്ടുന്ന വൈദ്യുതി കൊച്ചിയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എടമൺ പാതക്ക് എതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്, ഇല്ലേ? അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഒരു തരത്തിലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേന്ദ്രം, കേരളം, രാജ്യം, ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരായി ഇവിടെ പ്രതിപക്ഷം സമരം നടത്തിയിട്ടുണ്ട്. ഈ സമരം നടന്നു എന്നുള്ളതുകൊണ്ട് ഈ വികസന പ്രവർത്തനമൊന്നും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അവസാനിപ്പിച്ചിട്ടില്ല. ശരിയായ രീതിയിൽ തന്നെ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടുകൂടി വികസനത്തിനെതിരായിട്ട് സമരം മാത്രമാണ്. ഒരു പ്രതിപക്ഷം കാണിക്കേണ്ടത് എന്താ? ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കണം. കാര്യങ്ങൾ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി എതിർക്കേണ്ടതിനെ എതിർക്കുകയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണം. ഇവിടെ ആദ്യം തന്നെ തീരുമാനിച്ചത്, രണ്ടാം ഘട്ട ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രതിപക്ഷ തീരുമാനം ഒരു തരത്തിലും വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കരുത് എന്നാണ്. രാഷ്ട്രീയമായി ഒരു തീരുമാനം എടുത്തതാണ് അവർ. പിന്നെ പ്രതിപക്ഷത്തെ പറ്റി പിന്നെ എന്താ പറയാനുള്ളത്? പാസ് മാർക്കല്ല ഞാൻ പറഞ്ഞത്, 90 പറഞ്ഞത്. പാസ് മാർക്ക് മനോരമ കൊടുത്തു. ഒരു അതിൻ്റെ അകത്തുള്ള കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള മുഴുവൻ കുഴപ്പം അവർ തമ്മിലുള്ള കുഴപ്പമാണ്. അല്ല അത് ഞാൻ പറഞ്ഞേക്ക്. പിന്നെ അവർക്കുള്ള മാർക്ക് യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള കുഴപ്പമാണ്. സുധാകരനും വി.ഡി. സതീശനും മുരളിയും ശശി തരൂരും അതുപോലെ തന്നെ ചെന്നിത്തലയും ഇവരെല്ലാമാണ് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നടക്കുന്നത്. അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത്, നിങ്ങൾ വെറുതെ നടക്കേണ്ട, ഒരു മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എത്ര മാർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ? നിങ്ങൾ പറയുന്ന മാർക്ക് ഞാൻ കൊടുക്കാം. ഇതെല്ലാം വെച്ച് ചേർന്നതിന് ശേഷം എത്ര മാർക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കണം? ഏതായാലും പാസ് മാർക്കില്ലാന്ന് ഉറപ്പായി. അത് ശരി, അങ്ങനെ കൊടുക്കുന്നില്ല. ആർക്കാ ഉറപ്പില്ല? ഞാൻ മനോരമ കൊടുത്ത മാർക്കിന്റെ പ്ലസ് കൂട്ടിയിട്ടാണ് 90 കൊടുത്തത്. അവർക്ക് അങ്ങനെ ഞങ്ങളാരും കൊടുത്ത മാർക്കിന്റെ പ്ലസ് കൂട്ടാനില്ലല്ലോ അവർക്ക്. അപ്പോൾ വമ്പൻ പരാജയമാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ പരാജയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഗവൺമെന്റ് നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനപരമായ കാര്യങ്ങളിൽ യോജിക്കാവുന്നത് യോജിക്കണം, ശക്തിയായിട്ട് എതിർക്കണം. ഇത് യോജിക്കേണ്ടതും എതിർക്കേണ്ടതും ഒന്നുമില്ല, വ്യത്യാസമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെയുള്ള ഒരു ഡെമോക്രാറ്റിക് സമൂഹത്തിലെ പ്രതിപക്ഷമാണ് ഇവിടെയുള്ള പ്രതിപക്ഷം. ഇവിടെ ആ പ്രതിപക്ഷത്തെ പറ്റി എന്ത് പറയാനാ?
അപ്പോൾ ഒരു മാർക്കും കൊടുക്കാൻ പറ്റും. അതൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും വേണ്ടില്ല സ്വന്തം പരിപാടി നേരെ പറഞ്ഞു. ഞങ്ങളില്ലായിരുന്നു, ഞാൻ പറഞ്ഞ മലയാളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. അത് പറഞ്ഞാൽ തെറ്റിട്ടുണ്ടോ? ഉണ്ടോ? ആ നമുക്ക് അതിൻ്റെ കാര്യം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അസംബന്ധം പറയാണ്. എഴുതിക്കോ അങ്ങനെ.